ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ആർക്കും സന്തോഷമില്ലാത്തൊരു ദിവസമായിട്ട് നിങ്ങൾക്ക് തോന്നും. അതിനൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു യാത്ര പുറപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഒരു സാഡ് ഫേസോട് കൂടി നിൽക്കുന്നത്. ഉമ്മയൊക്കെ നല്ല സാഡായിട്ട് നിൽക്കുന്നുണ്ട്, പിന്നെ വാപ്പായും നല്ല സാഡായിരുന്നു. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കു തിരിച്ച് ദുബായിക്ക് പോവാണ്. ആകെ ഒരു 5 days ലീവ് ഉണ്ടായിരുന്നുള്ളൂ, ഈദ് ഹോളിഡേയ്സ്. ആ ഒരു ഈദ് ഹോളിഡേയ്സ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. സോറി, ഞങ്ങളല്ല, ഇക്കു മാത്രമാണ് തിരിച്ചു പോകുന്നത്. ഞങ്ങൾ കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് പോവാൻ പ്ലാനുള്ളൂ, എനിക്കും ഹെസമോൾക്കും. അപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ. ഈ ഒരു ട്രിവാൻഡ്രം എയർപോർട്ട് എത്തിയപ്പോൾ എൻ്റെ നെഞ്ച് പടപടാന്നിടിക്കുന്നുണ്ടായിരുന്നു. ഇക്കുനെ മിസ് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് വരുന്നതെങ്കിലും നാട്ടിലെത്തി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഇക്കുനെ പിരിഞ്ഞിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഒരു എളുപ്പമുള്ളൊരു കാര്യമേ അല്ല. ഒരു 5% പോലും എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഇക്കുൻ്റെ സ്വാധീനം അത്രയും വലുതാണെന്ന് നിങ്ങൾക്ക് അതോടുകൂടി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത്രയും ഭയങ്കര കെയർഫുള്ളായിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര മാഷാല്ലാ നല്ല രീതിക്കാണ് ഇക്കു ഞങ്ങളെ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുനെ ഒരു 5 minute പിരിഞ്ഞാലും ഞങ്ങൾക്കതൊരു എന്തോ ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്യാറ്. എനിക്കും ഹെസ ബേബിക്കും ഒരേപോലെ അങ്ങനെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്കുൻ്റെ പ്രസൻസ് അത്രയും ഇമ്പോർട്ടൻസ് ഇക്കു കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. സോ അതിനൊരു മാഷാല്ലാ എന്തായാലും അൽഹംദുലില്ലാ, ഞാൻ ആ ഒരു കാര്യത്തിൽ ഹാപ്പിയാണ്. അതുപോലൊരു ഹസ്ബൻഡിനെയും ഇതുപോലൊരു പപ്പനെയും കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. കാരണം അത്രയും ഹാപ്പി ആയിട്ട് ഞങ്ങളെ കീപ്പ് ചെയ്യുന്നുണ്ട് ഇക്കു. അപ്പം അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അൽഹംദുലില്ലാ. ഞങ്ങളെവിടെ വെച്ച് പോവാം? പപ്പക്ക് ടാറ്റ പറഞ്ഞ ഇസുമോള് പപ്പക്ക് അവ എടുത്ത ഇസുമോള് അവ എടുത്ത പപ്പക്ക് അവ എടുത്ത ഇക്കു എന്തായാലും ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വിട്ടിട്ട് യാത്ര ഹെസ ബേബിയോട് പറയാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അയാളുടെ നല്ല മനസ്സുകൊണ്ട് തന്നെ ആ സെക്യൂരിറ്റിക്കാരൻ പുറത്തേക്ക് ഒന്നും കൂടി വിട്ടിട്ടുണ്ടായിരുന്നു ഇക്കുനെ. അപ്പൊ കവെടുത്ത ഇക്കു ഉള്ളിലേക്ക് കയറിയിട്ട് തിരിഞ്ഞു നോക്കുന്ന ആ ഒരു രംഗമൊക്കെ കാണുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്, പൊട്ടിപ്പോവുകയാണ്. എന്തായാലും ഇക്കുൻ്റെ പോക്ക് മാൻഡേറ്ററി ആയതുകൊണ്ട് മാത്രമാണ് ഇക്കുന് ഞങ്ങൾ പറഞ്ഞു വിടുന്നത്. കാരണം ഇക്കുന് തിരിച്ച് ഓഫീസിൽ ജോയിൻ ചെയ്യണം. ഏർലി മോർണിംഗ് ആയിരിക്കും അവിടെ എത്തുക അബുദാബി എയർപോർട്ടിൽ. എന്നിട്ട് അബുദാബിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് തിരിച്ച് ഷാർജയിലെത്തിയിട്ട് അന്ന് ഉച്ചയ്ക്ക് എന്തായാലും ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ ഈ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് കാണാനും കണ്ടു നിൽക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല ഗൈസ്. ഹെസമോൾക്ക് അധികം ഒന്നും കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. പപ്പനെ കാണാത്തത് എന്താണെന്നൊക്കെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ പപ്പ എന്ന് വിളിച്ചിട്ട് അങ്ങും ഇങ്ങുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പപ്പ വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ കോളിൽ വന്നപ്പോൾ ഹെസ ബേബി ഓടി വരുന്ന സീനൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. എന്തായാലും ഇക്കു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ വിളിച്ചപ്പം എൻ്റെ ഹൃദയം ഒന്നുകൂടെ പൊടിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ എനിക്കിതിന് അധികമൊന്നും വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.